നമസ്കാരം. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അഭൂതപൂർവമായിട്ടുള്ള നിയമ നടപടികൾക്കാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. സംസ്ഥാന മുൻ ഭരണതലവൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളൊക്കെ തന്നെ നിയമപരമായിട്ടുള്ള അന്തിമ നടപടികളിലേക്ക് നീങ്ങുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഒരു ജനപ്രതിനിധിയുടെയോ ഭരണാധികാരിയുടെയോ വ്യക്തിജീവിതത്തിലോ കുടുംബ പശ്ചാത്തലത്തിലോ ഉണ്ടാകുന്ന ഇത്തരം തിരിച്ചടികൾ വ്യക്തിപരമായി ആർക്കും സന്തോഷം നൽകുന്നതല്ലെങ്കിലും ജനാധിപത്യ സംവിധാനത്തിൽ നിയമവാഴ്ചയുടെ സുതാര്യത ഉറപ്പാക്കാൻ ഇവ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. പൊതുജീവിതത്തിലെ ധാർമ്മികതയ്ക്കും അതോടൊപ്പം തന്നെ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾക്കും എന്നും മുൻഗണന നൽകുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഭരണരംഗത്തെ ഉന്നതർക്കെതിരെ ഉയരുന്ന ഇത്തരം ആരോപണങ്ങൾ ഗൗരവത്തോടെയാണ് പൊതുസമൂഹം വീക്ഷിക്കുന്നത്. സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ചൂഷണങ്ങൾക്കെതിരെയൊക്കെ തന്നെ പോരാടാനുമായിട്ട് രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെയൊക്കെ തന്നെ വാർത്തകൾ അത് വരുന്നത് അണികളിലും പൊതുജനങ്ങളിലും വലിയ നിരാശയ്ക്ക് കാരണമായിട്ടുണ്ട്. അധികാരത്തിൻ്റെ തണലിൽ വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന കണ്ടെത്തൽ ഇടതുപക്ഷത്തിൻ്റെ ആദർശ അടിത്തറയ്ക്ക് ഇപ്പോൾ വലിയ വെല്ലുവിളിയായി മാറുകയാണ്. CMRL എന്ന സ്വകാര്യ കരിമണൽ കമ്പനിയും മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് എന്ന IT സ്ഥാപനവും തമ്മിൽ നടത്തിയ ദുരൂഹമായിട്ടുള്ള പണമിടപാടുകളാണ് ഈ വിവാദങ്ങളുടെയൊക്കെ തന്നെ കേന്ദ്രബിന്ദു. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നടന്നു വരുന്ന ചോദ്യം ചെയ്യലുകളുടെയും പ്രാഥമിക മൊഴിയെടുപ്പുകളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള അടിയന്തര നടപടികളിലേക്കാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ദോഷകരമായിട്ട് ബാധിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ, മണി ലോണ്ടറിംഗ് പോലെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് അന്വേഷണ പരിധിയിൽ വരുന്നത്. അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് നിയമവിരുദ്ധമായിട്ട് പണം സമ്പാദിക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും രാജ്യദ്രോഹപരമായിട്ടുള്ള കുറ്റമാണെന്നും നിയമവിദഗ്ധർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഉയർന്ന വിദ്യാഭ്യാസമോ സാമൂഹിക പശ്ചാത്തലമോ ഉള്ള വ്യക്തികൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നിരിക്കെ ഇത്തരം ഇടപാടുകളിൽ പങ്കാളികളായി എന്നത് തീർച്ചയായിട്ടും കുറ്റകൃത്യത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മകൾ കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണത്തിൽ അന്വേഷണം നേരിടുന്നതും തുടർന്ന് സ്വത്തുക്കളൊക്കെ തന്നെ കണ്ടുകെട്ടാൻ രാജ്യം കടുത്ത നടപടി സ്വീകരിക്കുന്നതും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇവിടെ ആദ്യമാണ്. ഇത് പാർട്ടിയുടെ ആദർശശുദ്ധിയെക്കുറിച്ചുള്ള പുനർവിചിന്തനത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ഈ വിവാദങ്ങളുടെയൊക്കെ തന്നെ തുടക്കം അത് ആദായ നികുതി വകുപ്പ് 2019 ജനുവരിയിൽ നടത്തിയ നിർണായകമായ ചില പരിശോധനകളിൽ നിന്നായിരുന്നു. സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് കണ്ടെടുത്ത രേഖകളിൽ ഏതാണ്ട് 130 കോടി രൂപയുടെ അവിഹിതവും അതോടൊപ്പം തന്നെ വ്യാജവുമായ ചെലവുകൾ അധികൃതർ കണ്ടെത്തുകയുണ്ടായി. ഇതിൽ എടുത്തു പറയേണ്ടത് എക്സാലോജിക് എന്ന കമ്പനിക്ക് യാതൊരുവിധ IT കൺസൾട്ടൻസി സേവനങ്ങളും നൽകാതെ തന്നെ കേവലം കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം 2,78,00,000 രൂപ വ്യാജമായിട്ട് കൈമാറി എന്നതാണ്. സേവനങ്ങൾ നൽകാതെ പണം സ്വീകരിക്കുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെയൊക്കെ തന്നെ പരിധിയിൽ വരുന്നതിനാൽ തന്നെ ED ഇതിന്മേൽ അതീവ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തുകയായിരുന്നു. തെളിവുകൾ ശക്തമായ സാഹചര്യത്തിൽ കർശനമായ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശവും. അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടം കൂടുതൽ വേഗത്തിലാക്കാനും കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ദക്ഷിണ മേഖലാ മേധാവിയും സ്പെഷ്യൽ ഡയറക്ടറുമായ പ്രശാന്ത് കുമാർ കൊച്ചി യൂണിറ്റിന് കൃത്യമായ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങളൊക്കെ തന്നെ കൊച്ചിയിലെ ED ഓഫീസിൽ പൂർത്തിയായി വരികയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ സ്വത്തുക്കൾ മാത്രമല്ല, ഈ അവിഹിത ഇടപാടുകളിൽ പങ്കാളികളായിട്ടുള്ള CMRL കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്വത്തുക്കളും വരും ദിവസങ്ങളിൽ കണ്ടുകെട്ടിയേക്കുമെന്നാണ് വിവരങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. സ്വത്തുക്കളുടെ കൃത്യമായ മൂല്യം നിശ്ചയിക്കുന്നതിനായിട്ട് ED ഉദ്യോഗസ്ഥ സംഘം ഈ മാസം ആദ്യം കണ്ണൂരിലെ പിണറായി പാതിരിയാട് വില്ലേജുകളിൽ നേരിട്ടെത്തി വിശദമായ ഫീൽഡ് പരിശോധനകളൊക്കെ തന്നെ നടത്തിയിരുന്നു. കണ്ണൂരിലെ പരിശോധനയിൽ പിണറായി പാറപ്പുറം റോഡിലുള്ള 80 സെന്റ് സ്ഥലവും പാതിരിയാട് വില്ലേജിൽ മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയും വീണ വിജയൻ്റെ ഉടമസ്ഥയിലുള്ളതാണെന്നും കണ്ടെത്തുകയും ഇവ കണ്ടുകെട്ടാനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക വിനിമയങ്ങളൊക്കെ തന്നെ തടയാൻ അന്വേഷണ ഏജൻസിക്ക് സാധിച്ചിരുന്നു. നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെയും രാഷ്ട്രീയ സ്വാധീനത്തിലൂടെയും സമ്പാദിച്ച സ്വത്തുക്കൾ നിയമപരമായിട്ട് കണ്ടുകെട്ടപ്പെടുമ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. കൂടാതെ ഈ അന്വേഷണത്തിൻ്റെ വ്യാപ്തി വരും ദിവസങ്ങളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് കൂടി നീളാനുള്ള സൂചനകളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നൽകുന്നത്. നിയമപരമായിട്ടുള്ള ശിക്ഷ എന്തു തന്നെ ആയാലും തീർച്ചയായിട്ടും ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനു മേൽ ഈ കേസ് ഉണ്ടാക്കിയ ധാർമ്മികമായിട്ടുള്ള നാണക്കേട് ചെറുതല്ല.